ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമില്ലാതൊരു ഭവദ്രൂപം കാൺമാനവകാശവും വന്നതോ മഹാഭാഗ്യം. തൃക്കഴിലണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾ കമലത്തിലറിയിക്ക പോകയാണിതേ. രാഘവനതു കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതിനാമാശ്രമമാദികളല്ല കാരണം മമ വചനത്തിനു. ജഗത്രയേ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥ സ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസായകാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിലാലൊരുത്തനും കണ്ടു കിട്ടുകയുമില്ല. എന്നെ മൽഭക്തി കൊണ്ടൊഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേശനും പിന്നെ മധ്വ ചോക്യാതൃത്വം. മൽക്കലാജാതാചോര്യവാസനമഞ്ചാമതും പുണ്യശീലത്വം യമനീയമാദികളോടു എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള റാമാറാമതും തന്മന്ത്രോപാകസ്വത്വം മേഴാതെട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്ഥിത്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വ വിചാരം കേളുമ്പതാമതും ഭദ്രേ. ചിത്രശുദ്ധിക്കു മൂലമാദിസാധനം ന്യൂനം ഉത്തമായിതു ഭക്തി സാധനം. നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ. തിര്യഗോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണനായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനാകയാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമതബോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഖ്യേ ഭഗവത് പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതോ തവ മുക്തിയുമടു